ഇത് നമ്മൾ കാജലിന്റെ റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. കാജലിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ റിവ്യൂ ചെയ്യാനായിട്ട് ഒത്തിരി ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ മേടിച്ചിട്ടുള്ളത് സാധാ ഹിമാലയയുടെ കാജൽ മേടിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. എല്ലാവരും ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാജൽ. പക്ഷെ അത് പെട്ടെന്ന് പരക്കും. അതാണ് ഹിമാലയയുടെ കാജലിന്റെ കുഴപ്പം. പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ് ഐടെക്സ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയ, എല്ലാ കടയിലും പോയാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാജലാണ് ഐടെക്സിന്റെ കാജൽ. ഇതും പരക്കും. നല്ല കളറുണ്ട്, അടിപൊളിയാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷെ പെട്ടെന്ന് തന്നെ പരന്നു പോകും. പരന്നിട്ട് ഇതിലൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ കഴുകുമ്പോഴും പോകാനായിട്ട് ഇച്ചിരി പാടാണ്. നമ്മൾ ഇന്ന് സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കഴുകിയില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. പിറ്റേ ദിവസം നമുക്ക് ഇടേണ്ടി വരില്ല, കണ്ണ് മൊത്തം കറുത്തിരിക്കുമായിരിക്കുമല്ലോ. അങ്ങനെ പരന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ്, അത് മാച്ച് കളയാനുള്ള പാട് ഓർത്തിട്ടാണ്. അന്നേരമാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഗുഡ് വൈബ്സിന്റെ കാജൽ നല്ലതാണ്, അങ്ങനെ പരക്കൂല, മാച്ച് കളയാനായിട്ട് ഭയങ്കര ഈസിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഗുഡ് വൈബ്സിന്റെ മേടിച്ചു. ഇതല്ല, ഞാൻ ആദ്യം ഒരെണ്ണം മേടിച്ചായിരുന്നു, അത് അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് കളർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് കളറൊന്നുമില്ല, പക്ഷെ പരക്കൂല. പെട്ടെന്ന് മായ്ക്കാനും എളുപ്പം. നമുക്ക് അങ്ങനെ സോപ്പ് ഇട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുമൊന്നും വേണ്ട. നല്ലതായിരുന്നു. അപ്പൊ ഇത് കളർ കുറവാകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ എഴുതി പെട്ടെന്ന് സാധനം തീർന്നു പോകും. കളർ ഉണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യം ഇട്ട് കണ്ണിൽ ഉരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ ഇത് കളർ കുറവായതുകൊണ്ട് വീണ്ടും ഉരച്ച് പെട്ടെന്ന് തീർന്നു പോയിട്ട് ഞാൻ വേറെ ഓർഡർ ചെയ്തതാണ് ഗുഡ് വൈബ്സിന്റെ കാജൽ. പിന്നെ ഓർഡർ ചെയ്തു. ഇപ്പോഴല്ലാട്ടോ, കുറച്ച് നാളായി ഇത്. അന്നേരം ഇതിന്റെ പ്രശ്നം വെച്ച് ഇതെന്തോ സംഭവം, ഇത് പഴയതായതാണോ എന്താ പറ്റിയെന്നറിയില്ല. ഇത് ഭയങ്കര കട്ടി, ഇത് വരൂല. അതായത് നമ്മൾ ഒടിഞ്ഞു വരക്കുക. നമ്മൾ നല്ല കട്ടിയിൽ വരച്ചാൽ മാത്രമേ തെളിയുള്ളൂ. ഇതിന് കളറില്ല, തെളിയുന്നില്ല, ഭയങ്കര കട്ടി. കണ്ണിൽ എന്തോരം കട്ടിക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റും. 2-3 വരയ്ക്കുമ്പോഴത്തേക്കൊന്നും തെളിയുന്നില്ല, ഇത് വരുന്നില്ല. അങ്ങനെ എനിക്കിത് ഭയങ്കര നഷ്ടമായിപ്പോയി ഞാൻ മേടിച്ചത്. ആദ്യം മേടിച്ചത് നല്ലതായതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ രണ്ടാമത് മേടിച്ചാണ് ഗുഡ് വൈബ്സിന്റെ കാജൽ. പക്ഷെ ഇത് കണ്ട് തെളിഞ്ഞിട്ട് വേണമല്ലോ മായ്ക്കാൻ. തെളിയുന്നില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതെല്ലാം പോട്ടെ. പിന്നെ ഞാൻ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറഞ്ഞിട്ടുള്ള കാജൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാട്ടോ, നല്ല കളറാട്ടോ അത്. അതിന്റെ ലിങ്കും കിട്ടുമെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈയിടെ മേടിച്ച് യൂസ് ചെയ്യുന്നതാണ് മെബിലിന്റെ കൊളോസൽ കാജൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് അടിപൊളിയാണ്, നല്ല കളറാണ്. കഴുകുമ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകണം. ഇല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ സോപ്പിട്ട് അല്ലെങ്കിൽ അങ്ങനെ കഴുകി കളഞ്ഞാൽ പെട്ടെന്ന് പൊക്കോളും. കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു കാജലാണിത്. ഈ പറഞ്ഞ ഗുഡ് വൈബ്സിന്റെ മെബിലിന്റെയും ആപ്പിൾ ഓഫ് മൈ ഐ എല്ലാം ഒരു 150 റേഞ്ചിൽ വരുന്നതാണ്. ഞാൻ അതിൽ കൂടുതലൊന്നും ഈ മേക്കപ്പ് പ്രൊഡക്ട്സിന് ഞാൻ ചിലവാക്കാറില്ല. അപ്പോൾ കാജൽ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ NYBയുടെ ആണ്. പണ്ട് ഐടെക്സിന്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 6 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ NYBയുടെ ഐലൈനറാണ് യൂസ് ചെയ്യണേ. വേറൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഇല്ല കേട്ടോ. നേരെ ആദ്യമായിട്ട് ഞാൻ മേടിച്ച NYBയുടെ ഇച്ചിരി വലിയ ബോട്ടിൽ, അന്ന് 90 രൂപ സംതിങ് ആയിട്ടായിരുന്നു ഇതിന്റെ വലിയ ബോട്ടിൽ. എന്നിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളറാട്ടോ അത്. പെട്ടെന്ന് ഇങ്ങനെ ഈ ഐടെക്സിന്റെ ഇങ്ങനെ എഴുതി ഒരു 3-4 പ്രാവശ്യം എഴുതിയാൽ ഒരു ഇച്ചിരി കളറായി വരുള്ളൂ. NYBയുടെ നല്ല കളറുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ യൂസ് ചെയ്ത് വന്നതാണ്. ഇപ്പൊ ഈയിടെ ഞാൻ മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വലിയ ബോട്ടിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക്. വലിയ നല്ല മീഡിയം സൈസിലുള്ള ബോട്ടിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഞാൻ ചെറുത് മേടിച്ചു. പക്ഷേ ഈ ചെറിയ ബോട്ടിൽ നിങ്ങൾ ആരും മേടിക്കരുത്. എനിക്ക് തോന്നുന്നത് എല്ലാ കമ്പനിയുടെ പ്രൊഡക്റ്റിനും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് തുറക്കാൻ ഭയങ്കര പാടായി. ഇതിങ്ങനെ തുറന്ന് തീർന്നിട്ടില്ല. ഇതിപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. അത്രയും തുറന്നിട്ട് നമുക്ക് എടുത്ത് തിരിച്ചടച്ചു വെക്കാനുള്ള സമയം കിട്ടൂല. അതുണ്ടോ, ഇത് തീർന്നിട്ടില്ല. അതുകൊണ്ട് NYBയുടെ വലിയ ബോട്ടിൽ മേടിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട്. ഞാനിത് മേടിച്ച പർപ്പിളിൽ നിന്നാണ്. ഇപ്പോഴാണ് എനിക്കിത് എടുക്കാൻ പറ്റിയത്. പർപ്പിളിൽ നിന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ലിങ്ക് കാണുന്നില്ല, NYBയുടെ ഐലൈനർ കാണുന്നില്ല. ഞാൻ പർപ്പിളിലെ ലിങ്ക് കിട്ടുമെങ്കിൽ ഞാൻ ഇടാമേ. മേക്കപ്പ് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് മസ്കാരയും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെല്ലാവോസ്റ്റ് എന്തിനാണ് ഞാൻ മേടിച്ചത് എനിക്കറിയാൻ മേല. ആദ്യമായിട്ടൊക്കെ ഞാൻ മേടിച്ചപ്പം കണ്ട ഒരു ബ്രാൻഡ്, വലിയ കുഴപ്പമില്ല, വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ചുമ്മാ മേടിച്ചതാണ്. അതും പർപ്പിളിൽ നിന്നാന്ന് തോന്നുന്നു ആദ്യമായിട്ടൊക്കെ മേടിച്ചത്. അങ്ങനെ ഇത് 2-3 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേറെ ഒത്തിരി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. 100 സംതിങ് എന്തോ രൂപയുള്ളൂ. 200 താഴെയാണ്, ബിലോ 200 ആണ്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് അത്യാവശ്യം നല്ല തിക്നെസ് ഒക്കെ തരുന്നുണ്ട്. ഒത്തിരി നീട്ടം വയ്ക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് അങ്ങനെ കുറവായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ലാഷസ് അത്യാവശ്യം ഉണ്ട്, അതിൻ്റെ കൂടെ നല്ലൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി നീട്ടമില്ല എന്നാൽ അത്യാവശ്യം കളറും നീട്ടമൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന നല്ലൊരു
നല്ലൊരു മസ്കാരയാണ്. അപ്പോൾ ഈയിടെ ഞാൻ നോക്കിയപ്പം പർപ്പിൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മടി കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് സ്വിസ് ബ്യൂട്ടിയുടെ. സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ ഓർത്തത് വലിയ ബ്രാൻഡല്ലേ, അപ്പം നല്ല റേറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഇതും ഏതോ ഒരു 100 സംതിങ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 150 രൂപയും കണ്ടേ ഉള്ളൂ ഫ്ലിപ്കാർട്ടിൽ സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയ്ക്ക്. കൊള്ളാട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ബെല്ല പോസ്റ്റ് പെട്ടെന്ന് പരക്കും. അതായത് 2 തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കറുത്ത് വരും. പക്ഷേ സ്വിസ് ബ്യൂട്ടി അത്രയും കറുത്ത് വരുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇഷ്ടം സ്വിസ് ബ്യൂട്ടിയാണ്. കഴുകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു തരിതരി പോലെ നമുക്ക് എടുത്ത് കളയാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് സ്വിസ് ബ്യൂട്ടി കിട്ടുന്നത്. ബെല്ല പോസ്റ്റ് ഇവിടെ മൊത്തം പരന്ന് നമ്മൾ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വീണ എല്ലാം തീരും. അപ്പോൾ അത് ഭയങ്കര പാടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സ്. 2 പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ തീർന്നു. അപ്പോൾ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇത് ഉപകാരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കില്ലെങ്കിൽ വേറൊരാൾക്ക് ഉപകാരമാവാനായിട്ട് ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ അവർക്ക് ഇത് മേടിച്ചു കൊടുത്ത് ഗിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.